മോദിജിയെ സംബന്ധിച്ച് എനിക്ക് എന്തായാലും ജനങ്ങൾക്കും അറിയാം, ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എന്നോട് മോദിജിക്ക് കൂടുതലുണ്ട്. അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണെന്ന്. അത് മണിച്ചിത്രത്താഴിലെ മോഹൻലാൽ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിൽ ഒരാളോട് ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. മോദിജിയുടെ ഒരു ചെറിയ സമ്മാനം കിട്ടിയ ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ. അത് മുഴുവൻ തുറന്നു പറയാറായിട്ടില്ല. അത് ഇവിടെ ഇരിക്കുന്ന ഒരാൾ ചിരിക്കുന്നുണ്ട്, അയാൾക്കറിയാം. അത് രഹസ്യമായിട്ട് അയാളോട് ചോദിച്ചാൽ മതി. ഇതല്ലേ പന്തളം പ്രതാപൻ? അല്ല, പന്തളം പ്രതാപൻജിക്ക് മാവേലിക്കരയില് ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BD ജയസന്റെ സ്ഥാനാർത്ഥിയാണ്. ശക്തമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാകണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എല്ലാ രണ്ട് ദിവസം, ഒരാഴ്ചയിലെ 3 ദിവസം അദ്ദേഹം മാവേലിക്കരയിലും ബാക്കി ദിവസം അദ്ദേഹം ഇവിടെയുമുണ്ട്. മാറിയല്ലോ ശ്രീമാൻ ഗോപന്റെ സ്ഥലം നോക്ക്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലല്ലേ ജില്ലാ പ്രസിഡന്റിന്റെ വീട് ഇരിക്കുന്നത്? അപ്പൊ അവിടെ ഞാൻ വരുന്നതിന് മുൻപാണല്ലോ അവിടെ ചാർജ് ഏറ്റെടുത്ത് പോയത്. അത് നല്ലതല്ലേ? അല്ല, മാധ്യമ സുഹൃത്തുക്കൾ പോലും 6 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന മനസ്സാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ എത്രയോ ആളുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട് രഹസ്യമായിട്ട്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്നതിന് ശേഷം ആലപ്പുഴ ആകെ ഇളകി മറിഞ്ഞു, ത്രികോണ മത്സരമായി എന്നും ജനങ്ങൾക്കിടയിൽ തന്നെ അമ്മമാര് പറയുന്നത്. എന്റെ കൂടെ രഹസ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ ഈ വക സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വെറുതെ എന്റെ കൂടെ ഒന്ന് വരും. എന്നെ വരുന്നതും കെട്ടിപ്പിടിക്കുന്നതും വഴിയരികിൽ കാത്തു നിൽക്കുന്നതും BJPയും RSSും ആളുകൾ മാത്രമാണോ, അതോ പൊതുനിരത്തിലെ സ്ത്രീകളുണ്ടോ, സഹോദരന്മാരുണ്ടോ എന്നെല്ലാവർക്കും കാണാമല്ലോ. വലിയ മാറ്റമുണ്ട് എന്ന് മാത്രമല്ല, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എപ്പോഴും അവര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകളെ വിജയിപ്പിച്ചു വിടാറുണ്ട്. അപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിജി, അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരാൾ പോയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ വികസനത്തിന് സാധ്യതയുണ്ട് എന്ന് പൊതുജനങ്ങൾ കരുതുന്നു. ആ കരുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയ്ക്ക് ഒരു കരുതലായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാറിയിട്ടുണ്ട്. വലിയ ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു ജില്ലയാണിത്. അവിടെ മാറ്റം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു.